ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ കൃത്യം പറഞ്ഞാൽ 2 മാസം മുമ്പ്, 2 മാസം ആറായി ഞാൻ വന്നിട്ട്. 2 മാസം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസും ഒക്കെ നോക്കിയായിരുന്നു. എന്ത് കൊണ്ടുവരണം, എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടേ എന്നൊക്കെ. നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ 30 കിലോ ലഗേജും 7 കിലോ ക്യാബിൻ ബാഗും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ. അതിലൊന്നും പെടാത്ത, ആരും പറയാത്ത കുറച്ച് സാധനങ്ങളോട് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് എനിക്ക് തോന്നി ഇതൊക്കെ ആവശ്യം വരുമെന്ന് തോന്നി ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ നിർത്തും. എന്തൊക്കെയാണ് ഒരു അബ്രോഡ് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ലിസ്റ്റൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഓർക്കാൻ വേണ്ടി. അപ്പം ആദ്യത്തെ സാധനം എന്തേ ഇതാണ്, എക്സ്റ്റൻഷൻ കേബിൾ. എല്ലായിടത്തും എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. വേറൊന്നുമല്ല, നമുക്കിവിടെ 4 ബെഡുണ്ട് ഇപ്പം എൻ്റെ റൂമിൽ തന്നെ. പക്ഷേ എൻ്റെ ബെഡിലും പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ ബെഡിൻ്റെ അടുത്തും പ്ലഗ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ വളരെ വളരെ ഉപകാരപ്പെടും ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ എക്സ്റ്റൻഷൻ കേബിളിൽ എനിക്കും എൻ്റെ ഒരു വേറെ ഫ്രണ്ടുണ്ട്, റൂംമേറ്റ് ഉണ്ട്, അവളും ഇതിൽ തന്നെ ചാർജൊക്കെ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മുടെ നാട്ടിൽ അധികം വിലയൊന്നുമില്ല, എന്തായാലും മേടിച്ചുകൊണ്ട് വരണം. പിന്നെ ഈ സാധനം, ഇതെല്ലാവർക്കും അറിയുന്ന സാധനം, യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇതെന്തായാലും അത്യാവശ്യമുള്ള സാധനമാണ്, ഇതെന്തായാലും മേടിക്കണം. പക്ഷേ ഇത് കൂടാണ്ട് ഈ പോളണ്ടിലേക്ക് വന്നവർ, പോളണ്ടിലെ ഇവിടുത്തെ പ്ലഗ് ഇതാണ്. ഇത് ഞാൻ ഈ പ്ലഗ് കാണിച്ചു തരാം, അത് ഞാനൊന്ന് ആഡ് ചെയ്തോളാം ഇതിൽ. ഇത് എന്തായാലും കൊണ്ടുവരണം. കാരണം ഇത് ഒരു വീഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിത് മേടിച്ചുകൊണ്ട് വന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഈ മൊബൈൽ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ എനിക്ക് മേടിച്ചു തന്ന. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. കാരണം എന്ന് വെച്ചാൽ ട്രെയിൻ, ബസ്, ഇവിടെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലൊക്കെ കുത്താൻ വേണ്ടി, കാരണം ഇതും കൊണ്ട് നടക്കണേക്കാളും സുഖം ഇതും കൊണ്ട് നടക്കണതാണ്. കാരണം നമുക്കിപ്പോൾ താഴെ കിച്ചണിൽ പോകുമ്പോൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അവിടെ കുത്തിയിടാം. കാരണം ഇത് കുറച്ച് വെയിറ്റുമാണ്, മാത്രമല്ല കുറച്ചും കൂടി ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ സുഖം ഇതാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. എത്ര രൂപയാ, ഒരു 250 ആ റേഞ്ചിൽ എന്തോ വന്നത്. ഇതാണ് ഇവിടുത്തെ പോളണ്ടിലെ പ്ലഗ്. ഇങ്ങനത്തെ ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ കുത്താൻ പറ്റും. പിന്നെ ഇത് ഇങ്ങനെ കുത്താൻ പറ്റും. അപ്പോൾ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പ്ലഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുള്ള്. നമ്മുടെ ചാർജറിൻ്റെ കൂടെ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടന്നാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ വരുന്നത്, രാത്രി നമുക്ക് ചിലർക്ക് ലൈറ്റ് വേണ്ടി വരും, ചിലർക്ക് ലൈറ്റ് വേണ്ടി വരില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ ലൈറ്റ് ഇടാറില്ല. പക്ഷേ എനിക്ക് എനിക്കൊരു ചെറിയൊരു ഡിം ലൈറ്റ് വേണം. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു ലൈറ്റ്, അങ്ങനെ ചിലർക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടാവും, ചിലർക്ക് ഇച്ചിരി ലൈറ്റ് വേണോ എന്നുള്ളൊരു. അങ്ങനെയുള്ള ഒരു ചെറിയൊരു ലൈറ്റ് മേടിച്ചുകൊണ്ട് പോരാ. ഇത് ഇങ്ങനത്തെ കേബിളാണ്. അപ്പോൾ നമുക്ക് ചാർജറിൻ്റെ അഡാപ്റ്ററിൽ കുത്താൻ പറ്റും. ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ കുത്താറില്ല, ഞാൻ എക്സ്ട്രാ ഇതിന് വേണ്ടി ഒരു അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ടാവുന്നത്. കാരണം ചാർജർ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് നശിയാണ്ട് കൊണ്ടടക്കണം. അതുകൂടാണ്ട് എക്സ്ട്രാ ഒരു ചാർജറും ഒരു അഡാപ്റ്ററും കൂടി കൊണ്ടുവന്നോളണം. പിന്നെ ഫോണൊക്കെ, അതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, പഴയ ഫോണാണ്, ചീത്താവുമെന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് വരിക. അടുത്തതായിട്ട് വരുന്നത് ഈ പൗച്ചുകളാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇതിലെൻ്റെ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ബ്രഷ് അങ്ങനത്തെയൊക്കെ. ഇതെൻ്റെ മേക്കപ്പ് പൗച്ച്, എൻ്റെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ മെഡിസിൻ ബാഗ് ഉണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ പൗച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം, ഒട്ടും റഷ് ആവില്ല. പിന്നെ വരുന്നത് ഇത് സിബ്ലോ കവറാണ്. എന്തായാലും കൊണ്ടുവരണം. കാരണം നമ്മൾ ഒറ്റക്കായിരിക്കില്ല താമസിക്കണം. വന്ന സമയത്ത് തന്നെ നമുക്ക് ഒറ്റക്ക് റൂം വേണം, ഒരു കിച്ചൺ, അങ്ങനെയൊന്നും നമുക്ക് കിട്ടാൻ പോകില്ല. ഇവിടെ വരുന്ന എല്ലാവരും കോമൺ ആയിരിക്കും, കിച്ചൺ കോമൺ ആയിരിക്കും, റൂം കോമൺ ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഫുഡ്, നമ്മുടെ ബാക്കി ഇപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന ഫുഡൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ബാക്കി, ഇപ്പോൾ ഒരു ടൊമാറ്റോ എടുത്തിട്ട് പകുതി മതി, ബാക്കി വേണ്ടാന്നെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സിബ്ലോ കവർ അത്യാവശ്യമാണ്. എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാം. ഇപ്പോൾ പിന്നെ വരുന്നത് കുടയാണ്. ഇവിടെയും മഴയൊക്കെ പെയ്യും, നല്ല കാറ്റുണ്ടാവും.
അപ്പം ഇവിടുത്തെ കുട ഒരു കാറ്റിന് ഒടിഞ്ഞു പോകും. നമ്മുടെ അവിടുത്തെ കുട മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവിടെയുള്ളവരുടെ കുടയെന്ന് വെച്ചാൽ ഒരു കാറ്റ് വന്ന പിന്നെ 2 കഷ്ണമാണ്. പക്ഷെ നമ്മുടെ കുറച്ച് സ്ട്രോങ് ആണല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ എന്തായാലും ഒരു കുട കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, ആ സംഭവങ്ങളാണ്. കുറേ മേടിച്ചുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. അത്യാവശ്യം നിങ്ങൾക്ക് 1 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രം ഒരു ബോട്ടിൽ വല്ലതും മേടിച്ചുകൊണ്ട് വന്നാൽ മതി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് അതൊക്കെ മേടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ നല്ലൊരു ഡാൻഡ്രഫ് റിമൂവൽ ഷാമ്പു, പിന്നെ ഹെയർ ഓയിൽ, അതൊക്കെ കൊണ്ടുവരാം. 1 മാസത്തേക്ക് ഉള്ളത് കൊണ്ടുവന്നാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ ക്ലൈമറ്റിനും ഇവിടുത്തെ രീതിക്കൊക്കെ പറ്റുന്നത് മേടിക്കുന്നതാണ് നല്ലത്. പിന്നത്തെ കാര്യം ഇതേ ഈ സാധനമാണ്, ഹാങ്കർ. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ അക്കോമഡേഷനാണ്. രണ്ട് അക്കോമഡേഷനിലും ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. എന്തോ മീഷോയിൽ 3 സെറ്റിന് എന്തോ 100-120 രൂപയേ ഉള്ളൂ. ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. ഇത് ജസ്റ്റ് ഇത് ഇവിടെ ഒരു സ്റ്റിക്കറാണ്. ഇതങ്ങ് പൊളിച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് പുറത്ത് പോയിട്ട് അപ്പോൾ ആ തുണി നമുക്ക് അപ്പം തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം മേടിച്ച് 2 എണ്ണം തീർന്നു, ഇത് 1 എണ്ണം ബാക്കി വെച്ചേക്കും. പിന്നെ ഈ സാധനമാണ്, ഞങ്ങൾ ഇതിനെ പറയുന്നത് അഴാന്നാണ്, പക്ഷെ ചിലർ ഇതിനെ അശാന്നൊക്കെ പറയും. കാരണം എൻ്റെ റൂമിലിപ്പോൾ നേരത്തെ നിന്നിച്ച റൂമിൽ കുറച്ച് മലയാളീസ് ഉണ്ട്. അപ്പോൾ അവർ പറയണത് അശാന്നാണ്, എനിക്കറിയില്ല. ഞങ്ങൾ പറയണത് ഇതിനെ അഴാന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ഹാങ് ചെയ്യാം. പിന്നെ നല്ല കാറ്റായിരിക്കും ഇവിടെ, വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ടാവും. അപ്പോൾ തുണി പറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഇതിങ്ങനെ ക്ലിപ്പുണ്ട് ഇതിൽ. വളരെ ഹെൽപ്ഫുള്ളാണ്. 120 രൂപയ്ക്ക് മീഷോന്ന് മേടിച്ചത് 2 എണ്ണം കിട്ടി, 2 സെറ്റ് കിട്ടി. ഇതിലൊന്നാണിത്. വളരെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ഇത് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലിപ്പാണെങ്കിലും മേടിച്ചുകൊണ്ട് വരണം. കാരണം തുണി ശരിക്കും പറന്നു നമ്മൾ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം നിലത്തുണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളിങ്ങനെ ഈ കുത്തി വെക്കുന്ന ക്ലിപ്പില്ല അത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അഴ മേടിക്കുക. പിന്നെ വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ പില്ലോ കവറും ബെഡ്ഷീറ്റും. അതെല്ലാവരും എടുക്കും, പക്ഷെ ചിലർ മറന്നു പോകും. പില്ലോ കവർ മസ്റ്റായിട്ട് വേണം. കാരണം നമുക്ക് ഇവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്കറ്റും പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്കിത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇടണമെങ്കിൽ ഒരു പില്ലോ കവർ ബെഡ്ഷീറ്റ്, പില്ലോ കവർ മസ്റ്റാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം ഞാൻ പില്ലോ കവർ മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ മേടിക്കേണ്ടി വന്നു. അതിന് കുറച്ച് ഞാൻ അലയേണ്ടിയും വന്നു പില്ലോ കവർ കിട്ടാനായിട്ടൊക്കെ. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഇവിടെ ആ സാധനങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണോ അല്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മേടിച്ചത് കുറച്ച് പൈസ കൂടുതലായിരുന്നു. നമ്മുടെ നാട്ടിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യം ഒരു സാധനം മേടിക്കുമ്പോഴും നമ്മൾ ഇതിപ്പോൾ നാട്ടിൽ എത്ര രൂപയാവുമെന്ന് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് പില്ലോ കവറും ബെഡ്ഷീറ്റും എക്സ്ട്രാ എടുക്കണം. എന്തായാലും ഇവിടെ കിട്ടും, എന്നാലും ഒരെണ്ണം എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെന്ന് വെച്ചാൽ പല്ലുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പല്ലുവേദന വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ പല്ലുവേദനയുടെ മരുന്ന് എന്തായാലും മേടിച്ചുകൊണ്ട് വരണം. ഇവിടെ അങ്ങനെ പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞാലൊന്നും മരുന്ന് കിട്ടില്ല. പല്ലുവേദനയുടെ കാര്യം ഞാൻ എക്സ്ട്രാ എടുത്ത് പറയണ വരുന്നില്ല. ആ വേദന വന്നവർക്ക് അറിയാൻ പറ്റും അതെന്താണ് ആ വേദനയെന്ന്. അപ്പം നമുക്കങ്ങനെ സഹിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആ സാധനം പ്രത്യേകിച്ച് മേടിച്ചുകൊണ്ട് വരണം, വളരെ നല്ലതായിരിക്കും. പിന്നെ വരുന്നത് നൈഫ്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എല്ലാവരും പറഞ്ഞ് നൈഫ് ഒന്നും എടുക്കാൻ പാടില്ല, ചെക്കിങ്ങിൽ പ്രശ്നമാവുമെന്ന്. അങ്ങനെ ഒരു പ്രശ്നമില്ല. നൈഫ് എന്തായാലും കൊണ്ടുവരാം. നമ്മുടെ ലഗേജ് ബാഗിൽ വെക്കണമെന്ന് മാത്രമാണ്. റാപ്പ് ചെയ്ത് ലഗേജ് ബാഗിൽ വെച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ നൈഫിന് ഇച്ചിരി വില കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു 10-200 രൂപ 300 രൂപ കൂടും. എന്തിനാ വെറുതെ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം വെയിറ്റ് ഒന്നും ഇല്ല, എടുത്തോണ്ടെങ്കിൽ പോന്നാൽ പോരെ. ഒരു ചെക്കിങ്ങും ഒന്നുമില്ല, ലഗേജ് ബാഗിൽ വെച്ചാൽ മതി. അത് ഒന്ന് ഓർത്തോളാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഹുഡിയാണ്, ജാക്കറ്റല്ല, വിൻ്റർ ജാക്കറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾ പിന്നെ ആ ഒരു സമയം പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ഡിസംബറിലൊക്കെയാണ് വേണമെങ്കിൽ എന്തായാലും ജാക്കറ്റ് മേടിക്കണം. അല്ലൊരു സമ്മറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിച്ചാലും മതി. പക്ഷേ എന്താണെങ്കിലും ഒരു ഹുഡി, സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഹുഡി ഇല്ലേ, ക്യാപ്പൊക്കെ ഉള്ള, അത് മേടിക്കണം. പക്ഷേ എൻ്റെ കയ്യിലില്ല, ഞാനത് മേടിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നോർമൽ തണുപ്പുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്കത് സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആ വലിയ ജാക്കറ്റ് എടുത്തിടും. സത്യം പറഞ്ഞാൽ ആ വലിയ ജാക്കറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ എല്ലാവരും ഇങ്ങനെ നോക്കിയത് എന്ത് ഇപ്പോഴും ഈ ജാക്കറ്റൊക്കെ ഇട്ടേക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ആ തണുപ്പ് നോർമലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഹുഡിയാണ് ഇടണമെങ്കിൽ അങ്ങനെ ഒരു
പ്രശ്നം വരില്ല. ഹുഡി ഇട്ടാൽ ഞാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ആ ഹുഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജാക്കറ്റ് ഇട്ടുണ്ടാണ് പോണത്. ചെറിയ തണുപ്പാണെങ്കിലും ചെറിയ തണുപ്പാണ്, പക്ഷെ അത് ചിലർക്ക് പിടിച്ചെന്ന് വരില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. അപ്പം ജസ്റ്റ് ഒരു ഹുഡി മേടിക്കുന്നത് നല്ലതായിരിക്കും, ക്യാപ്പൊക്കെ ഉള്ള ഹുഡി. എൻ്റെ കയ്യിലില്ല, അതാണ് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഞാനൊരു വീഡിയോസിലും ഞാൻ തപ്പിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരാനിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ എന്നോർത്ത് പറയുന്നതാണ്. പിന്നെ ഒരു എക്സ്ട്രാ കുറച്ച് സാധനങ്ങളുണ്ട്, അത് വേണമെങ്കിൽ മതി. കാരണം എനിക്കത് ഭയങ്കരമായിട്ടും വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൊണ്ടുവന്നില്ല. വേറൊന്നുമല്ല, നമ്മുടെ നാട് ഓർമ്മ വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് രസപ്പൊടി, കുറച്ച് വാളംപുളി, ഒരു തൈരുമുളക് ഉണ്ടമുളക് എന്നൊക്കെ പറയും. അത് എന്താണ് നിങ്ങളുടെ അവിടെ പറയുന്നത് അറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ തൈരുമുളക് എന്നൊക്കെ പറയും. അതൊക്കെ കുറച്ച് മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഇവിടൊക്കെ യോഗട്ടൊക്കെ കിട്ടും, അതും കൂട്ടി ഒരു തൈരുമുളകൊക്കെ ഞെരടി ഒരു ചോറൊക്കെ ഇട്ടൊക്കെ തിന്നാനുണ്ടല്ലോ, കുറച്ച് നേരത്തേക്കെങ്കിലും ആ നാട് വിട്ട് വന്ന് നിൽക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മറക്കും. സത്യം പറഞ്ഞാൽ ഈ വാളംപുളി, ഈ തൈരുമുളക് അതൊന്നും ഇവിടെ കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് നമ്മൾ മേടിച്ചുകൊണ്ട് വരും, കാരണം ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഇന്ത്യൻ സ്റ്റോറൊക്കെ വളരെ ചുരുക്കമാണ്, 1, 2, 3 സ്ഥലത്തൊക്കെ എന്തോ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് നാട് വളരെ മിസ് ചെയ്യും, അല്ലെങ്കിൽ നാട്ടിലെ ഫുഡ് കഴിക്കണം എന്നുള്ളവരൊക്കെ നമ്മുടെ മെയിൻ ഐറ്റങ്ങളാണല്ലോ ഇതൊക്കെ. ഈ രസം, നമ്മുടെ തൈരുമുളക്, പിന്നെ വാളംപുളി കൊണ്ടുവരാൻ പറഞ്ഞത് ഇവിടെ കിട്ടില്ല, ഇവിടെ എന്തായാലും കിട്ടില്ല. ബദ്രങ്ക അങ്ങനെ ഒരിടത്തുമില്ല. അപ്പോൾ അത് മേടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇച്ചിരി ഉള്ളിയുടെ കൂടി ഇച്ചിരി പുളിയും കൂടി ഞെരടി ഇച്ചിരി ഉപ്പുമുളക് ഇട്ടാൽ തന്നെ സ്വർഗ്ഗമല്ലേ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്തത്. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുവരണമെന്ന് തോന്നിയാലോ കൊണ്ടുവരട്ടെ. ഫുഡല്ലേ നമുക്ക്, ഒന്നാമത് നമ്മൾ നാട് വിട്ട് വന്ന് നിൽക്കുന്നു, ഇവിടുത്തെ ഫുഡ് വീട്ടുകാരെ മിസ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് നല്ല ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് എരിവും പുളി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും പറയുന്ന പോലെ ഡ്രസ്സ്, ഇത്ര ജോഡി ഡ്രസ്സുകൾ, മരുന്നുകൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരണം, ഫ്ലാസ്ക്, പാത്രങ്ങൾ. പിന്നെ പാത്രങ്ങൾ മേടിക്കുമ്പോൾ നോക്കുക ഇഞ്ചക്ഷൻ ബോട്ടം ആയിരിക്കണം. ഇവിടെ സ്റ്റൗവ് ചിലപ്പോൾ ഇലക്ട്രിക് സ്റ്റൗ ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണ ഗ്യാസിൻ്റെ ആയിരിക്കും. പക്ഷെ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് മേടിക്കണം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ പോളണ്ടിലെ വിശേഷമൊക്കെ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.